കനത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിൽ ചർച്ചകൾ അതിന്മേലൊരു വെടിനിർത്തൽ കരാർ 2 ആഴ്ചത്തേക്ക് കൊണ്ടുവരാമെന്ന ധാരണയിലേക്ക് എത്തിയത്. പാകിസ്ഥാനിൽ നടത്തിയ ചർച്ചയിൽ വിജയം കണ്ടില്ല എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ ട്രംപ് വീണ്ടും കരാർ നീട്ടുകയാണ് ചെയ്തത്. നിലവിൽ പുറത്തുവരുന്ന പുതിയ വാർത്തകൾ എന്താണെന്നാൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ കുവൈറ്റ് അതിർത്തിയിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം നടന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കുവൈറ്റിന്റെ വടക്ക് അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇറാഖിൽ നിന്നുള്ള 2 സ്ഫോടക വസ്തു ഡ്രോണുകളാണ് കുവൈറ്റ് അതിർത്തിയെ ലക്ഷ്യമിട്ട് എത്തിയത്. ഇത് നീക്കത്തെ ഒരു ക്രിമിനൽ ആക്രമണമായാണ് കുവൈറ്റ് സൈന്യം കാണുന്നതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ് നിലവിൽ നൽകുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച 2 ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡഡ് ഡ്രോണുകളാണ് ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചതെന്നാണ് കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ സൗദ് അബ്ദുൾ അസീസ് അൽ ഒഥേവിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സാധാരണ ഡ്രോണുകളെക്കാൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് എന്നതിനാൽ ഈ ആക്രമണത്തെ നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നാണ് കുവൈറ്റ് പ്രതിരോധ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. ഇറാഖ് അതിർത്തിയിൽ നിന്നാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്ന് സൈന്യം കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ അതിർത്തിയിലെ സുരക്ഷാ പോസ്റ്റുകളിലാണ് ഡ്രോണുകൾ പതിച്ചത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിന് നേരെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതിനാൽ ആക്രമണം നടന്ന ഉടൻ തന്നെ കുവൈറ്റ് സുരക്ഷാ സേന സ്ഥലത്തെത്തി ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു. സമീപകാലത്ത് നടന്ന മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ ഭാഗമാണോ ഈ ആക്രമണമെന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്നാൽ ഗൈഡഡ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം വരാനിരിക്കുന്ന വലിയ ഭീഷണികളുടെ സൂചനയാണോ എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ കുവൈറ്റിലെ സാധാരണ ജനങ്ങൾക്കും പ്രവാസികൾക്കും നിലവിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിർത്തി പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് സംബന്ധിച്ച് വ്യാജ വാർത്തകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസികൾ ഔദ്യോഗിക വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് കുവൈറ്റ് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യം സജ്ജമാണെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ കുവൈറ്റ് തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ ആക്രമണം ആയതിനാൽ ഈ ഡ്രോൺ ആക്രമണത്തെ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്.